It's not like I really love this filter. I just love the fact that I can do simple shit like this and trigger straight men, you know? I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Okay, so since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your rotted brain and your Islamophobia, probably because my name is Riyaz Salim and I said no innocent life should be taken. ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ചിലവന്മാരുടെ സൗണ്ട് കേട്ടാലും അല്ലെങ്കിൽ അവന്മാർ പറയുന്ന വിധം കേട്ടാലും നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്ന്. ആ കാര്യം ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ കറക്റ്റുള്ള ഒരു കാര്യമാണ്. ഇവനുണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം ചെയ്ത കണക്കാണ് ഇമാതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ഞാൻ ഇതാണ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് മാനൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തേങ്ങയാണ് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ എന്തുവാണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിവരം ഇവനില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു മലയാളികൾ ഇപ്പോൾ യൂത്തായിട്ടുള്ള ആൾക്കാർ ഭയങ്കര വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടായിരുന്നു. അതിന് ആ സാധനത്തോടെ യഥാർത്ഥത്തിൽ വിവരമില്ലാത്തത് എവനാണ്. ഇമാതിരിയുള്ള സംസാരിച്ച് കഴിഞ്ഞാൽ ഏതവനായാലും പറയും അവന് വിവരമില്ലെന്നുള്ളൊരു കാര്യം. എന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അവൻ ചെയ്ത് തെറ്റാണെന്ന് അവന് തോന്നുന്നില്ല. അവനുണ്ടെങ്കിൽ അവൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് വെച്ച് അതിനെ ഉണ്ടെങ്കിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, എനിക്കതിനൊരു കുഴപ്പമില്ല, ബാക്കിയുള്ളവരുടെ ഇല്ല തെറ്റെന്ന് പറഞ്ഞാണ് അവൻ ഈ വീഡിയോ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ അവൻ ബാഡ് വേർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്തോ വലിയ സ്റ്റാറാന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ മാത്രമാണ് അത് പ്രശ്നമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇതേ കണക്കുണ്ട്. സോ എന്തായിരുന്നാൽ പോലും ഇത്രയും നടന്നിട്ട് പോലും ഇവനുണ്ടെങ്കിൽ ഇതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോഴും ഉണ്ടെങ്കിൽ മേക്കപ്പിന് എൻ്റെ ബ്യൂട്ടിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവ ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യം അവന് പറയാൻ തോന്നുന്നില്ല. സോ ഇങ്ങനത്തെ ഉള്ളവന്മാർ നമ്മുടെ നാടിന് ശാപം തന്നെയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തൊട്ടും തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നേരെ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ.